ഇപ്പം നമ്മൾ കൈ കാണിച്ചിട്ടില്ല കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഇത് കൈൻ്റെ ഇത് അളവ് ഇതാ 8.5 ഇഞ്ചാണ് ഞാൻ എടുത്തത് ആം ഹോള്. അപ്പോൾ ഞാൻ ഇവിടെ 8.5 ഇഞ്ച് ഇവിടെയാണ് അടയാളപ്പെടുത്തുന്നത്. കാരണം ഞാൻ ഇവിടെ ഒരു പേപ്പർ കഷ്ണം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ അതിന് അടയാളം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത് 8.5. ഈ 8.5-ന്ന് പിന്നെ നമുക്ക് വലിയ വർക്കാണെങ്കിൽ 2.5-3 ഇഞ്ച് നമുക്ക് ഏറെ ഇട്ടിട്ട് വേണം നമുക്ക് ചെരിച്ച് കൊണ്ടുവരാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ 2.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ 2.5 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇങ്ങനെ വെച്ച് ഇങ്ങനെയാണെന്ന് കൂട്ടിക്കോളി. അപ്പോൾ നമ്മളിത് ചെരിച്ചാണ് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ കൈയിൻ്റെ വണ്ണം ഇത് ഞാൻ ഇവിടെ കഷ്ണങ്ങൾ വെച്ച് ഏക്കും ഞാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈയിൻ്റെ വണ്ണം എത്ര നോക്കുക. ഞാൻ ഇവിടെ 7 ഇഞ്ച് എടുത്തേക്കണ്. 7 ഇഞ്ച് 1 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തേക്കണു. അങ്ങനെ ഇവിടുന്ന് നമ്മൾ ഈ തയ്യൽ തുമ്പിൻ്റെ നമുക്ക് അടാൻ വെച്ച് കൊടുക്കുക. ഇനി ഇത് ഞാൻ കട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇവിടേക്ക് വെക്കാനുള്ള കഷ്ണങ്ങൾ, ഏക്കാനുള്ള കഷ്ണങ്ങൾ, അത് എത്രത്തോളം നിങ്ങളെ ആൾക്കാർക്ക് വേണമെന്ന് വെച്ചാൽ അത്രത്തോളം നമുക്ക് എടുക്കാം കേട്ടോ. അത് ഞാൻ പിന്നെ അടിക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് കിടക്കാം. ഞാൻ ഫ്രണ്ട് വശത്തേക്ക് ഇങ്ങനൊരു യോക്ക് കഷ്ണമാണ്, ഇങ്ങനൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ വേറെ ഈ കളറല്ലാത്ത വേറെ കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചീത്ത വശത്ത് ഇങ്ങനൊരു കഷ്ണം, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മോഡലാണ് ഇവിടെ വെട്ടിയിരിക്കുന്നത്. ജിബ് വെക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചു ഷോൾഡറിൻ്റെ ഫ്രണ്ട് വശത്ത് കേട്ടോ. എന്നിട്ട് ചീത്ത വശത്താണ് വെച്ചത് കണ്ട് അടിക്കണേ. അപ്പം അങ്ങനെ ഇത് അടിച്ചു. ഇനി നമുക്ക് ഇവിടെ ചെറുതായി അടിച്ച ഈ ഭാഗത്തൊക്കെ ചെറിയ കട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. നമുക്ക് ഇത് തുണി മറിച്ചിടാനുള്ളതല്ലേ. തുന്നുമ്മ തട്ടാതെ, സ്റ്റിച്ച് ചെയ്തിമ്മ തട്ടാതെ. ഇനി നമ്മൾ നല്ല വശത്തേക്ക് ഇത് തിരിച്ചിട്ട് കേട്ടോ. അതിൻ്റെ മുന്നേ എന്ത് വേണമെന്നാ നമ്മൾ ഇതൊന്ന് ഇതാദ്യം ചെയ്യേണ്ടതേനു കേട്ടോ. നമ്മൾ ഇതൊന്ന് മടക്കി അടിക്കട്ടോ. ഒരു മടക്ക്, ഒറ്റ മടക്ക് അടിച്ചാൽ. ഇപ്പം നമ്മൾ ചീത്ത വശത്ത് അടിച്ച് നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചിട്ടു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ വക്കൊക്കെ അടിച്ചു. ഇത് ഏത് ഷേപ്പാണെങ്കിലും നമുക്ക് അടിച്ചതിന് ശേഷം ഇതിമേ വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിവിടെ വെച്ചിട്ടാണ് അടിച്ചത്. ഇനി നമുക്കിവിടെ ഒന്ന് പതിച്ചടിക്കണം. ഇതിവിടെ ഇങ്ങനെ ഒരു വൃത്തിയില്ലാത്ത മരിക്കല്ലേ. അപ്പോൾ നമുക്കൊന്ന് പതിച്ചടിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് പതിച്ചടിക്കട്ടോ. ഇവിടെ ഇങ്ങനെ ഒന്ന് പതിച്ചടിച്ചാൽ അതിന് ഈ അടിച്ച തുമ്പ് നമുക്ക് ഇങ്ങോട്ടാക്കണം. എന്തെങ്കിലും പതിച്ചത് നമുക്ക് ഇനി നമ്മൾ പതിച്ചടിച്ചു. എന്നിട്ട് നമ്മൾ ഇതിവിടെ ഇങ്ങനെ നിൽക്കല്ലേ കരം, ആടിക്കോണ് നിൽക്കല്ലേ കരം. അപ്പോൾ നമുക്ക് ഇതിലൂടെ ഒന്നിങ്ങനെ ചുറ്റുഭാഗം അടിക്കണം.
ഇനി നമുക്ക് ബാക്ക് വശത്തെ കഴുത്ത് ക്രോസ് പീസ് വെച്ചുകാണ്ട് അടിക്കാട്ടോ. നല്ല വശത്ത് ആദ്യം വെച്ചടിക്കുക. 1/4 ഇഞ്ച് വിട്ട് നല്ല വശത്തു നിന്നാണ് ആദ്യം അടിക്കുക. എന്നിട്ട് പിന്നെ ചീത്ത വശത്തേക്ക് തിരിച്ചിടേക്കാരം കേട്ടോ. അങ്ങനെ ഇതടിച്ചു. ഇനി നമുക്ക് അതുപോലെ തന്നെ നേരത്തെ കാണിച്ചാൽ മരിക്കണം, ഇതൊന്ന് പതിച്ചടിക്കണം കേട്ടോ. ഇവിടെ അങ്ങനെ ഇനി അത് പതിച്ചടിച്ചു. ഇനി എന്ത് വേണമെന്നാ, ഇനി ഇത് പിന്നെ നമുക്ക് ഉള്ളിലേക്ക് നല്ല വശത്തുനിന്ന് നമ്മൾക്ക് ചീത്ത വശത്തേക്ക് ഉള്ളിലേക്ക് ആദ്യം ഒരു മടക്കെടുക്കുക, എന്നിട്ട് പിന്നെ ഒരു മടക്കെടുക്കുക. അപ്പോൾ അതാ ഇങ്ങനെ ആവും കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടിക്കാം. ഇപ്പോൾ നമ്മൾ 2 നെക്കിൻ്റെ ഇതും വക്കും ക്രോസ് പീസ് വെച്ച് അടിച്ചു. ബാക്ക് വശത്തത് മുന്നത്തെ നമുക്ക് യോക്ക് വെച്ച് അടിച്ചു. ഇനി ഇത് രണ്ടും സോൾഡറും ഒരുമിച്ച് അടിക്കട്ടോ. സോൾഡർ എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? നമുക്ക് ഇതും ഇങ്ങനെ ഒരുമിച്ച് വെച്ച് അടിക്കാം. ഒന്നുകൂടി തിരിച്ചടിച്ചു കൊടുക്കുക. എന്നാൽ പിന്നെ ഞാൻ അതുപോലെ തന്നെ മറ്റേ സോൾഡർ അടിക്കട്ടോ. അങ്ങനെ നമ്മൾ 2 സോൾഡർ മൂട്ടി ഇനി നമുക്ക് മറിച്ചിട്ട് നല്ല വശത്ത് കൈ വെക്കാൻ നല്ല വശം തിരിച്ചിടുക. എന്നിട്ട് നമ്മൾ ഈ കൈയിന് വെട്ടിയ പീസ് ഉണ്ടല്ലോ, ഇത് നല്ല വശം ഒരുമിച്ച് വെക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കൈയിൻ്റെ തുണി ഇതാക്കിയതിന് ശേഷം ഇത് ഒപ്പം ഒരു കട്ടിങ് കൊടുക്കണം ഇവിടെ. എന്നിട്ട് ഇതിൻ്റെ നടുഭാഗം ഈ കൈയിന് വെട്ടിയതിൻ്റെ നടുഭാഗം ഈ സോൾഡർ മൂട്ടിയ ഇവിടെയും കൂടിയും ഇത് ഒരുമിച്ച് വെക്കുക. നല്ല വശം ഒരുമിച്ച് വെക്കുക. ഇതിവിടെ ഒരു ഏപ്പുള്ളത് ഞാൻ അറിയാതെ വെട്ടിപ്പോയതാട്ടാ, പഠിച്ചതാണ്. അപ്പോൾ ഇത് സോൾഡറിൻ്റെ ഇവിടെ കൈൻ്റെ ഇതും വെച്ചിട്ട് ഒരുമിച്ച് ഈ നടുഭാഗത്ത് നിന്ന് തുടങ്ങാം. എന്നാൽ നമുക്ക് തുണി നമ്മൾ ഈ ഷേപ്പ് വരുന്ന കൈക്കുഴി വരുന്ന ഭാഗം തെറ്റി പോകൂല കേട്ടോ. അപ്പോൾ ഈ നടുഭാഗത്തുനിന്ന് വെച്ചിട്ടാണ് ആദ്യം അടിക്കേണ്ടത്. ഇത് അറ്റത്തുനിന്ന് തുടങ്ങിയാൽ നമ്മൾ നടുഭാഗം ചെരിഞ്ഞ് വരും. അപ്പോൾ മാക്സി ഇടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം തന്നെ നമുക്ക് അവിടുന്ന് തിരിച്ച് നമ്മൾ നടുഭാഗത്തു നിന്നല്ല കൊടുന്നൊക്കെയുണ്ട്, തിരിച്ച് നമുക്ക് കൊണ്ടുവരാം. അവിടുന്ന് തന്നെ വെച്ച് തിരിച്ച് എന്നാൽ 2 അടി ആവും ചെയ്യും. നമുക്ക് പിന്നെ നടുന്ന് തന്നെ പിന്നെയും തുടങ്ങും ചെയ്യും. അപ്പോൾ നമ്മൾ നടുഭാഗത്ത് എത്തിയിട്ടോ. ആദ്യം അടിച്ച അതേ ഭാഗത്തേക്ക് എത്തി. ഇനി നമുക്ക് ബാക്കിയുള്ള വശത്തേക്ക് നമുക്ക് അടി കൊണ്ടുവരാം.
അതുപോലെ തന്നെ നമ്മൾ ഒന്നും കൂടി അടിച്ചാൽ നമുക്ക് 2 അടിയാവും കേട്ടോ. ഞാനൊന്നും കൂടി തിരിച്ചടിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റേ കയ്യും അതുപോലെ തന്നെ അടിക്കട്ടോ. അങ്ങനെ നമ്മൾ 2 കയ്യും വെച്ചിട്ടോ. ഇനി എന്ത് വേണം, ഇനി നമ്മൾ മറിച്ചിടണം. മറിച്ചിട്ടിട്ട് കൈ രണ്ടും, ഞാൻ കൈ 2 കഷ്ണം വെച്ച് ഏച്ചക്കൊണ്ടോ, അതിനവിടെ കാണിച്ചിട്ടില്ല. കൈ രണ്ടും കൂട്ടിയടിക്കുക. ആദ്യം ഒരു വശം അടിക്കുക. ഇതിലിങ്ങനെ കൊടുന്ന് ഈ കൈക്കൂലി 2 ഒപ്പം വെച്ച് താഴേക്ക് അടി വരെ അടിക്കട്ടോ. അങ്ങനെ 2 വർഷം 2 കയ്യും നമ്മൾ അടിച്ചു. 2 കയ്യും നമ്മൾ അടിച്ചു. ഇനി നമ്മൾ എന്ത് വേണ്ടത്, നമ്മൾ അടി മടക്കി അടിക്കട്ടോ. അടി മടക്കി അടിക്കുമ്പോൾ നമ്മൾ ഏപ്പുള്ള ഭാഗത്തു നിന്ന് അടിച്ചാൽ 2 ഭാഗത്തേക്കും ഒരേ മാതിരിക്ക് നമുക്ക് മടക്ക് കിട്ടിക്കോളൂ കേട്ടോ. ആദ്യം ഒരു മടക്ക് മടക്കുക, എന്നിട്ട് ഒരു മടക്ക് കൂടി മടക്കുക. അങ്ങനെ നമ്മൾ മടക്കി ഫുള്ളായിട്ട് മടക്കി അടിച്ചു കേട്ടോ. മടക്കി അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, തുടക്കക്കാർക്ക് മനസ്സിലാവില്ല. നല്ല വശത്ത് നിന്ന് ചീത്ത വശത്തേക്കാണ് മടക്കി അടിക്കേണ്ടത്. ഇതാണ് ഇത്. നമുക്ക് പിന്നെ നെക്കിന് ഡിസൈനൊന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ വീട്ടിലുള്ള കഷ്ണം വെച്ചുകൊണ്ട് അടിച്ചാൽ മതി. പിന്നെ സിബില്ലാതെ അടിക്കാനും തന്നെ പെട്ടെന്ന് കഴിയുന്നതാണ്. സിബ് വേണമെങ്കിൽ ഞാൻ സിബ് ഇവിടെ വെക്കും ചെയ്യാം കേട്ടോ. ഞാൻ സിബ് ഇല്ലാതെയാണ്, സിബിൻ്റെ ആവശ്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ സിബ് വെച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. പിന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.